കണ്ണൂരിൽ കാട്ടുപന്നിയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ വയനാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പുലിയിലേക്ക് ആ കാര്യങ്ങൾ മാറുകയാണ്. മേപ്പാടിയിലാണ് നെടുമ്പാലയിലെ 3-ാം നമ്പർ എസ്റ്റേറ്റിൽ കമ്പിവേലിയിൽ ഒരു പുലി കുടുങ്ങിയിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആഷിഖ്, ഈ മേപ്പാടി മേഖല കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന രീതിയിലേക്ക് വീണ്ടും പോവുകയാണോ? പുലി കുടുങ്ങിയത് എപ്പോഴാണ്? സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ലാലകൃഷ്ണ, ഈ രാവിലെയോടെയാണ് ഈ പുലി ഈ ഒരു കുരുക്കിൽ കുടുങ്ങിയത്. സാധാരണ രീതിയിൽ ഈ കമ്പിവേലി ഈ തോട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ആ കമ്പിവേലിയിൽ ഈ പുലിയുടെ ഒരു കാല് കുടുങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. ഈ പ്രദേശത്തേക്ക് പുലി രക്ഷപ്പെടാൻ, ഒരുപക്ഷെ ആ കെണി പൊട്ടിച്ച് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനെ തന്നെ ആളുകളെ നിലവിൽ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും ഈ പ്രദേശം സ്ഥിരമായി ഈ മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലെ 3-ാം ബ്ലോക്കിലാണ് ഈ ഒരു പുലിയെ കാണപ്പെട്ടത്. അവിടെ സ്ഥിരമായി ഈ പുലിയെ കാണാറുണ്ടെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഈ വനംവകുപ്പ് ഇപ്പോൾ ഇതിനെ മയക്കുവെടി വെച്ച് ഇവിടെ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് ആ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനവാസ മേഖലയാണ്, അവിടേക്കെല്ലാം പോയി ഒരു ഭീതി പടർത്താനുള്ള സാഹചര്യമുണ്ട്. അവിടേക്ക് നാട്ടുകാരും എല്ലാവരും വന്ന് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ ആരെയും, പ്രദേശവാസികളെ ആരെയും ഇപ്പോൾ വനംവകുപ്പും പോലീസും അവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പ്രധാന കാരണം ഇതിന്റെ ഒരു കാല് മാത്രമാണ് ഈ ഒരു കമ്പിവേലിയിൽ കുടുങ്ങിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഈ ഒരു കമ്പിവേലി പൊട്ടിച്ചു വരാൻ, ഒരുപക്ഷെ ആളുകളെ കണ്ട് അത് വിധത്തിൽ പ്രകോപിതനായി ഒരു കമ്പിവേലി പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ആളുകൾക്ക് നേരെ തന്നെ തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തേക്ക് ഇപ്പോൾ പുലിയുടെ അടുത്തേക്ക് ആരും ഇപ്പോൾ നിലവിൽ കടത്തിയിടുന്നില്ല. എന്തായാലും രാവിലെയോടെയാണ് ഈ ഒരു നെടുമ്പാല എസ്റ്റേറ്റിലെ 3-ാം ബ്ലോക്കിൽ പുലിയെ കാണപ്പെട്ടത്. പുലിയെ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. സാധാരണ ഇതിൽ ഈ വന്യമൃഗങ്ങളെ പിടിക്കാനായി കർഷകർ ഈ തോട്ടങ്ങളിൽ ഈ കമ്പിവേലികൾക്കുള്ളിൽ ചില കുടുക്കുകൾ കൊടുക്കാറുണ്ട്. ഇത് അപ്പോൾ ഈ കാട്ടുമണിയെല്ലാം പിടിക്കാനാണ് സാധാരണ ഇത്തരം കുടുക്കുകളെല്ലാം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത് തോട്ടമേഖലയാണ്. ഇവിടെ ഒരു ശാസ്ത്രത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയല്ല. എന്തായാലും ഒരു കമ്പിവേലിയിലാണ് കുടുങ്ങിയത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഏതെങ്കിലും മൃഗങ്ങളെ പിടിക്കാൻ കർഷകരോ മറ്റോ സ്ഥിര തൊഴിലാളികളോ അവിടെ നിർമ്മിച്ചതാണോ എന്നറിയില്ല. എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാല് മാത്രമാണ് ഇത് കുടുങ്ങിയത്, ഈ പുലിയുടെ കുടുങ്ങിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കമ്പി ഈ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ ഇടയിലേക്കോ മറ്റ് വീടുകളുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പുലി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ചുകൊണ്ട് ഈ പുലിയെ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നാട്ടുകാരെല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ അവിടേക്ക് ആരെയും കടത്തിവിടാനുള്ള ഒരു സാഹചര്യമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പുലിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രായമില്ലാത്ത ഒരു പുലിയാണ്. ഈ പുലിയെ സ്ഥിരമായി ഇവിടെ കാണാറുണ്ടെന്നാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. ആഴ്ചയിൽ 3-4 വട്ടവും തന്നെ പലപ്പോഴും ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പുലിയെ കാണാറുണ്ടെന്നൊരു കാര്യം ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. ഇങ്ങനെ പുലിയെ പല സമയത്തും കണ്ടതായ വാർത്തകളെല്ലാം വന്ന സ്ഥലം കൂടിയാണ് ഈ നെടുമ്പാല എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഹാരിസൺ മലയാളത്തിന്റെ കീഴിലുള്ള സ്ഥലം കൂടിയാണ്. തോട്ടം തൊഴിലാളികളൊക്കെ നിരവധി പേർ താമസിക്കുന്ന പാടികളെല്ലാം സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് സൂക്ഷ്മമായി ഈ ഒരു പുലിയെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടാതെ ആ കെണിയിൽ തന്നെ കുടുക്കി മയക്കുവെടി വെച്ചുകൊണ്ട് ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ലാലകൃഷ്ണ, ഇത് ജനവാസ മേഖലയാണ്. ഇവിടെ മിക്കവാറും ഈ പുലി ഉണ്ടാകാറുണ്ട് എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മയക്കുവെടി വെച്ച ശേഷം ഈ പുലിയെ കാട്ടിലേക്ക് തന്നെ തുറന്നു വിടാനാണോ വനംവകുപ്പിന്റെ തീരുമാനം? നാട്ടുകാർ ആ വിഷയത്തോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? പുലിയെ നിലവിൽ അവിടുന്ന് ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ചുകൊണ്ട് ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ട ദൗത്യം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖല അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റണം. കാരണം നിരവധി ആളുകളും അവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പുലി നേരത്തെ തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ കമ്പിവേലികളിൽ ഈ പുലി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത് കമ്പിവേലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടതുകാലം മാത്രമാണ്, ഒരു കാല് മാത്രമാണ് നിലവിൽ കമ്പിവേലിയിൽ കുടുങ്ങിയിട്ടുള്ളത്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതൊരു പക്ഷേ പ്രദേശവാസികൾക്ക് ഇടയിലേക്കോ വനംവകുപ്പിന്റെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് വരെ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ഒരുപക്ഷെ ഒരു ജീവൻ തന്നെ ഒരുപക്ഷെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകും. ഇനി അതെല്ലാം മറ്റെവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോലും അവിടെയെല്ലാം ജനവാസ മേഖലയാണ്. സാധാരണക്കാരെ ആളുകളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് പോയി കഴിഞ്ഞാൽ, വീടുകൾ സമീപത്തായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതെല്ലാം ഒരു അപകടത്തിലേക്ക് വയ്ക്കും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇതിനെ മയക്കൊടി വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളെല്ലാം തയ്യാറാക്കി വകുപ്പ് സജ്ജമായിട്ടുണ്ട്. ഇതിനെ ആദ്യഘട്ടത്തിൽ ഇതിനെ നിരീക്ഷിക്കുകയാണ്. കാരണം ഇതിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം നിരീക്ഷിച്ച ശേഷം മാത്രമേ ഇതിനെ വെടിവെക്കാൻ സാധ്യതയുള്ളൂ. ഈ വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തി ഇതിനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പുലിയെ മയക്കുവെടി വെച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ലാലകൃഷ്ണ, സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതിനെ മിക്കവാറും കാണുന്നതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ്
ഈ ഇത്തരത്തിൽ പുലി അവിടെ ഇറങ്ങുകയോ ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ മേപ്പാടി ആ പരിസരത്ത് പുലിയെ കണ്ടതായുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആരെയും ആക്രമിച്ചതായിട്ടൊരു വാർത്തകൾ വന്നിട്ടില്ല. പ്രദേശവാസികൾ തന്നെ പല തവണയായിട്ട് ഈ പുലിയെ ഈ എസ്റ്റേറ്റിന്റെ പല പരിസരങ്ങളിലായി കണ്ടതുണ്ട്. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രികളിലടക്കം ഈ പുലിയെ പല സൈഡുകളിലായി കണ്ടതായി നാട്ടുകാരടക്കം പറയുന്നുണ്ട്. ഇപ്പൊ ഈ വീടുകൾക്ക് സമീപത്തായി പോലും പലപ്പോഴും കണ്ടതായി എല്ലാം ഈ പ്രദേശവാസികൾ പറയാറുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പരാതി വരുന്ന സ്ഥലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരച്ചൻ മലയാളത്തിന്റെ ഭൂമിയാണ്, എസ്റ്റേറ്റ് ഭൂമിയാണ്. ഇവിടെ വലിയ തരത്തിൽ പുലി പലപ്പോഴും ഇറങ്ങാറുണ്ടെന്നും ഈ പ്രദേശവാസികളടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭീതിതമായ സാഹചര്യം നിലവിലുണ്ട്. കാരണം അത് ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തോട്ടത്തിന്റെ അടുത്ത് തന്നെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ നിരവധി ആൾക്കാർ ഈ ഒരു പുലിയുടെ അടുത്തേക്കായി ഇതിനെ കാണാനായി മറ്റുമായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ പുലി ഈ ഒരു കുടുക്ക്, അതായത് ഈ കമ്പിവേലി പൊട്ടിച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു അപകടമായ സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ആദ്യമായി ഒരു കാര്യമായി കരുതുന്നത്. കാരണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കി അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ ആരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ ഒരു അപകടമായ ഒരു സാഹചര്യം വയനാടിന്റെ വിവിധ ഇടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച തലപ്പുഴയിൽ കടുവയെ കണ്ടതും അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് വയനാട് ചീരാലിൽ ഒരു പുലി ഈ ബൈക്ക് യാത്രികർക്ക് നേരെ തിരിഞ്ഞു നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേക്ക് എത്തി നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വിവിധ മേഖലയിൽ വയനാടിന്റെ മേപ്പാടി അടക്കമുള്ള വിവിധ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പലയിടങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സാഹചര്യം എന്ന് പറയുന്നത് വിവിധമാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു അപകടത്തിലേക്ക് പോവാതെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. ജനപ്രതിനിധികളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വൈകാതെ തന്നെ ഇതിനെ ഇവിടുന്ന് മയക്കുവെടിച്ച് പിടികൂടി മറ്റൊരിടങ്ങളിൽ അതായത് കാട്ടിലേക്ക് തന്നെ തുറന്നുവിടാനാണ് തീരുമാനം. ലാൽകൃഷ്ണൻ. ശരി, മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്, ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആക്രമണം സൃഷ്ടിക്കുന്നത് പതിവാകുന്ന കാഴ്ചയായി മാറുകയാണ്. ദിനംപ്രതി അതിൻ്റെ ഒട്ടനവധി വാർത്തകളാണ് നമുക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് നെടുമ്പാല എസ്റ്റേറ്റിലെ 3-ാം ബ്ലോക്കിലാണ് ഒരു പുലി കെണിയിൽ കുടുങ്ങിയിരിക്കുന്നതാണ്. കമ്പി വേലിയിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിൻ്റെ ഒരു കാൽ മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ എന്നുള്ളതും ആഷിഖ് പറയുന്നുണ്ട്. അതായത് ആ കമ്പി വേലി തകർത്തുകൊണ്ട് ആ പുലി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് വനം വകുപ്പ് എത്തുന്നത്. ആഷിഖാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.